മോദി സർക്കാരിനും ബിജെപിക്കുമെതിരെ പുതിയ പോർമുഖം തുറന്ന് കോൺഗ്രസിന്റെ ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ റാലി. ഡോക്ടർ അംബേദ്കറുടെ ജന്മസ്ഥലമായ മൗവയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അംബാനിയെയും അദാനിയെയും രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. ദളിത് വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അമിത്ഷായും മോദിയും ഒരു ഗംഗയിൽ മുങ്ങിയിട്ടും കാര്യമില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. മോദി സർക്കാരിനെയും വ്യവസായ പ്രമുഖരായ അദാനി, അംബാനി എന്നിവരെയും കടന്നാക്രമിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ദളിത് ആദിവാസി സ്നേഹം ബി.ജെ.പി. സർക്കാരിൻ്റെ അഭിനയം മാത്രമാണ് എന്നും കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്ന കമ്മിറ്റിയിലെ 90 പേരിൽ ഒരാൾ പോലും ആദിവാസി വിഭാഗത്തിൽ നിന്നുമില്ല എന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്തിൻ്റെ വിഭവ വിതരണം തീരുമാനിക്കുന്ന ബജറ്റിലെ ഈ അവഗണന പ്രതിഷേധാർഹമാണ് എന്നും രാഹുൽ. ജാതി സെൻസസ് ഇത്തരത്തിൽ വിവിധ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവഗണനയുടെ വ്യാപ്തി കണ്ടെത്താനാണ് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. जितना अदानी और अंबानी आगे बढ़ेंगे, जितना धन इन अरबपतियों के हाथ में जाएगा, उतना कम रोजगार आपके बच्चों को मिलेगा. സാധാരണക്കാരെയും ദളിതരെയും ദ്രോഹിച്ച നരേന്ദ്രമോദിയും അമിത്ഷായും ഗംഗയിൽ എത്ര മുങ്ങിയിട്ടും കാര്യമില്ല എന്നും അവരുടെ ശാപത്താൽ 100 വർഷം നരകത്തിൽ കിടക്കുമെന്നും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. नेहरू, बापूजी, जो इंदिरा गांधी जिन उसूलों पे चले, गरीबों के लिए उन्होंने जो काम किया, वो काम आपको आगे बढ़ाना है. ये मोदी के जो झूठे वायदे जो बोलते हैं उसमें मत जाओ. अरे भाई, गंगा में डुबकी लेने से गरीबी दूर होती क्या? ദളിത് രാഷ്ട്രീയവും അംബേദ്കറെയും ഉയർത്തിയുള്ള കോൺഗ്രസിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ റാലി. KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ റാലിയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി യോഗത്തിനെത്തിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ബജറ്റിലായാൽ പോലും ജാതി സെൻസിനെ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും കോൺഗ്രസ് നടത്തുക എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഈ ജയ് ഭീം ജയ് സംവിധാൻ ജയ് ബാപ്പു സമ്മേളനം. ക്യാമറമാൻ ഇന്ദ്രജിത്ത് കണ്ണൂരിനോടൊപ്പം KS ശരത്ലാൽ, മൗവ, ഇൻഡോർ.